ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ശാഖയുടെ ഫുൾ എപ്പിസോഡ് അറിയുകയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ശാലിനിക്ക് സത്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞൂടെ? എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കല്യാണം നടന്നിട്ടില്ല, സത്യമോളെക്കുറിച്ച്, അങ്ങനെ പല സത്യങ്ങൾ ശാലിനി എന്താണ് ഇപ്പോഴും ഹൃദയത്തെ ഒളിപ്പിച്ചുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറയണ്ടേ എന്ന് നമുക്ക് പലർക്കും ആഗ്രഹമാണ്. ഇന്ന് പക്ഷേ ശാലിനി സത്യഭാമയുടെ മുന്നിൽ ഒരു സത്യം തുറന്നടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനുണ്ട്. കമൻസ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മളെ എപ്പിസോഡിനകത്ത് കാണുന്ന കാർത്തികേയനെ കൊണ്ട് ശ്യാമ അമ്പലത്തിലേക്ക് എന്നൊരു പോക്കാണ്. സത്യഭാമയുടെ കയ്യിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ്. അതായത് കാർത്തികയോട് താൻ കൂട്ടുകൂടാൻ തയ്യാറാണ്. കാർത്തിക് എന്തിനാ എല്ലാവരും നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്? തനിക്ക് ദേഷ്യം മൊത്തം വിഷ്ണുവേട്ടനോട് മാത്രമേ ഉള്ളൂ. വിഷ്ണുവേട്ടനെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവത്തിന് തുല്യം ആരാധിച്ചതാണ് എൻ്റെ ശാലിനി ചേച്ചി. എന്നിട്ട് ശാലിനി ചേച്ചി ആരെന്ന് മനസ്സിലായോ? ശാലിനി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണ്, എൻ്റെ കുഞ്ഞേച്ചിയാണ്. എൻ്റെ കുഞ്ഞേച്ചി തന്നെ വിഷ്ണുവേട്ടൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമൊക്കെ. പക്ഷെ താൻ വന്നു. പക്ഷേ അതിന് താൻ എന്ത് പഴിച്ചു? എനിക്ക് കാർത്തികയോട് ഒരു ദേഷ്യമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പുതിയ പെണ്ണായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് എന്താണ് പരിചയപ്പെടാൻ, പുതിയ സ്ഥലമല്ലേ, പരിചയപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഇനിയും എന്താണ് ആരുമായിട്ട് പരിചയപ്പെടാതെ ഇങ്ങനെ അകന്ന് മാറി നിൽക്കുന്നത് എന്തിനാ? അപ്പം നമ്മൾ പെണ്ണുങ്ങളല്ലേ, എന്ത് കാത്തിനും ഒന്നായി നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കാർത്തികിനെ ഒരുമിച്ച് വരുതി കൊണ്ടുവന്ന് കാർത്തിക് കൊണ്ട് അമ്പലത്തിലേക്കൊന്ന് പോകാമെന്ന് കാർത്തികയുടെ മനസ്സിലേക്ക് ഒരു സൂചന കൊടുക്കുക. അപ്പം എന്നിട്ടും കാർത്തിക് പുറത്തിറങ്ങാൻ ഇച്ചിരി പേടിയാണ്. കാരണം പുറത്തിറങ്ങി എവിടുന്നെങ്കിലൊക്കെ ഒരു പണി കിട്ടിയാലോ, ഒരു ജയശങ്കറോ മധുശ്രീയോ, ഇനി മധുശ്രീയുടെ അപ്പുറത്തേക്കുള്ളവളോ വല്ല വന്നാലോ എന്ന് പേടി കാർത്തികയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം കാർത്തിക പറയുന്നത് സത്യാമ്മയുടെ അടുത്ത് ചോദിക്കാതെ എങ്ങനെ വരാം? അപ്പം ശ്യാമ ചോദിക്കുന്നുണ്ട്, സത്യാമ്മ എന്താ ഞങ്ങളോടൊന്നും കൂട്ടുകൂടാൻ പാടില്ലെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ സത്യഭാമ എന്താണ് ആ വാതിലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം സത്യഭാമ പറയുന്നുണ്ട്, നീ പോയിട്ട് വാ മോളെ, അവൾ എന്തായാലും നിന്നോട്ട് കൂട്ടുകൂടാൻ തന്നെയല്ലേ. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് എന്തോ ശ്യാമയോട് പറയണമെന്നുണ്ട്. പക്ഷേ ഒന്നും പറയുന്നില്ല. പറയാതെന്താണ്, മോള് പോയി ഒരുങ്ങിയിട്ട് വാ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ അമ്പലത്തിലേക്ക് പോകുന്ന പറയുമ്പം രണ്ടുപേരും കൂടെ ഓട്ടോയ്ക്കകത്തങ്ങ് അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ ഒരു ഓട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു നടുക്ക് വെച്ച് ശ്യാമ എന്താണ്, നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് പറയുമോ? അടി റോഡിൽ ഇറങ്ങിയതും കാർത്തികയ്ക്ക് ഒരു സംശയം. അപ്പം കാർത്തിക ചോദിക്കുക, ഇതെന്താ അമ്പലം വരെ ഓട്ടോ ചെല്ലത്തില്ലേ, ഓട്ടോ ചെല്ലാത്ത വഴിയാണോ? അപ്പോഴത്തേക്കും ശ്യാമ പറയുന്നുണ്ട്, ഓട്ടോ ഒക്കെ ചെല്ലുന്ന വഴിയാണ്, ഞാൻ സാധാരണ ഇങ്ങനെയാണ് പോകാറുള്ളത്. പിന്നെ കാർത്തിക ഉള്ളത് കൊണ്ടാണ് ഇവിടം വരെയെങ്കിലും ഓട്ടോയിൽ വന്നത്. സാധാരണ ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ എത്രയൊക്കെ കാറുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഈ അമ്പലം വരെ അമ്പലത്തിൽ പോകാനും പല സ്ഥലത്ത് പോകാനും നടന്നാണ് വരുന്നത്. അത് എന്താണ് ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങളെ അമ്മ ശീലിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചേച്ചിയും അനിയത്തിമാരെ എല്ലാം ഇങ്ങനെ തന്നെ. 1 രൂപ ലാഭിച്ചാൽ 1 രൂപയ്ക്ക് 1 രൂപ മിച്ചം പിടിച്ചാൽ ഞങ്ങൾക്ക് അത്രയും വലിയ കാര്യമായി. അത്രയും വലിയ സാമ്പത്തികമുള്ള ഒരു ഫാമിലിയിൽ നിന്നൊന്നുമല്ല ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വായിൽ നിന്നൊരു സീക്രറ്റ് അറിയാനുള്ളത്. അപ്പം കാർത്തികയുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം, ഓ എൻ്റെ വീട്ടിൽ അത്രയും വലിയ സൗകര്യമൊന്നും ഇല്ല എന്ന് കാർത്തിക പറയുമ്പോഴത്തേക്കും കാർത്തിക നോക്കിയിട്ട് പറയാം, ആ കാർത്തികയുടെ വീട്ടിലോ? അപ്പോഴത്തേക്കും കാർത്തിക മനസ്സിലായി, അയ്യോ ഞാൻ എന്താ പറഞ്ഞ, അതായത് ആശ്രമത്തിൽ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അത്രയും വലിയ സൗകര്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. പണി പാളിയില്ലേ? അപ്പോൾ ശ്യാമ അതിനെ വീണ്ടും കുത്തി ചോദിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നത്, അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചതേ ഇങ്ങനത്തെ ഒന്നും സ്വപ്നങ്ങളൊന്നും കാണാനൊന്നും ആശ്രമത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ പറ്റാനാ? അതിനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിടുക്കിയാടി നീ, പഠിച്ച കള്ളിയാടി നീ, കാരണം എങ്ങനെയാ മുഖത്ത് നോക്കി ഇത്രയും നല്ല കള്ളങ്ങളൊക്കെ നല്ല പോലെ പറയുന്നതെന്ന് വെച്ചിട്ട് ശ്യാമ മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ജില്ലാ കളക്ടർ എന്ന ഷാനിയുടെ കാർ ഇങ്ങ് വരും. അപ്പോൾ ഷാനിയുടെ കാർ വരുന്നത് ഈ കാർത്തിക കാണുന്നില്ല, ശ്യാമ കാണുന്നുണ്ട്. ശ്യാമ പറഞ്ഞു, ഇനി നിനക്ക് ബാക്കിയുള്ള പണി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി കാറിൽ നിന്ന് പുറത്തിറങ്ങും. ശാലിനിയെ പുറത്തിറങ്ങുന്നതും ശ്യാമയുടെ മുന്നിൽ വെച്ച് ശ്യാമയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ജില്ലാ കളക്ടറുടെ കാറിൽ കുഞ്ഞേച്ചി എന്താണ് അത്ര പവറായിട്ട് വന്ന് ഇറങ്ങിയത് കാണുമ്പോഴത്തേക്കും. അപ്പം ഈ കാർത്തിക കണ്ടിട്ട് മുട്ടടിച്ച് നിൽക്കുന്നതിന് കാർത്തിക മുട്ടടിച്ച് നിൽക്കുമോ? കാർത്തിക ആളെ മനസ്സിലായില്ലേ, ഇതെൻ്റെ കുഞ്ഞേച്ചി ഇല്ല, ജില്ലാ കളക്ടറാണ് ശാലിനി വിഷ്ണു IAS എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തികയുടെ സർവത്ര ആവി അങ്ങ് പോവുകയാണ്. അത്ര പിടിച്ച് കാത്തിക്കുമ്പം കാർത്തിക കണ്ടിട്ട് ശാലിനി പറയുന്നത്, നീ എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ കാർത്തികയെ കൊല്ലാനോ കൊല വിളിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും വന്നില്ല. എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് ചോദിച്ചിട്ട് കാർത്തികയുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശാലിനി എന്താണ് പല രീതിയിൽ പരിശ്രമിക്കും. അപ്പോൾ ശാലിനി ആദ്യം പറയുന്നുണ്ട്, എന്താ ഞാൻ നിന്നോടിപ്പോൾ ഒരു ജില്ലാ കളക്ടറുടെ സ്ഥാനത്ത് നിന്നല്ല സംസാരിക്കുന്നത്, വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായി ഒരു സാധാരണ പെണ്ണായി, നിന്നെപ്പോലെ തന്നെ ഒരു സാധാരണ പെണ്ണായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എനിക്ക് പറ, ഞാൻ അതൊരു പുഷ്പം പോലെ നിനക്ക് ഞാൻ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് തരാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നീ ആരെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, നിൻ്റെ പ്രശ്നം എന്താണെന്ന് പറ. അപ്പം നിൻ്റെ എൻ്റെ ജീവിതം ഒരുമിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സത്യങ്ങളൊക്കെ നിന്നോട് പറയുന്നു പറയുമ്പം ഇവളെന്താണ് എന്ത് സത്യം പറയാൻ, ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഭയങ്കര രീതിയിൽ കാർത്തിക കിടക്കുന്ന ഉടായ്പ കളയും. കാർത്തികയോട് ചോദിക്കുന്നത്, നിൻ്റെ വിഷ്ണുവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാണോ? എവിടെ വെച്ച് കഴിഞ്ഞ്?
പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞതല്ലേ നീ പറഞ്ഞത്? പക്ഷേ പാലോട് മഹാദേവ ക്ഷേത്രത്തിനത് അങ്ങനത്തെ ഒരു CCTV വിഷ്വൽ ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ ആ ദിവസം പോയിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് കാർത്തിക് നീ വിഷ്ണുവേട്ടനെ ആ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നത്? ഉണ്ടെന്താണ് അത് എനിക്ക് അമ്പലം മാറിപ്പോയതാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉടായിരുന്നു. ഞാൻ ഭയങ്കര ഉടായ്പ്. നിനക്ക് വിഷ്ണുവേട്ടനെ എങ്ങനെയാണ് പരിചയമുള്ളത്? എന്താണ് ശാലിയുടെ മുന്നിൽ ഭയങ്കര ബബ്ബ അടിച്ച് നിൽക്കുവാണ് ഈ കാർത്തിക. അപ്പോഴത്തേക്കും ശാലി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനെ പരിചയമുള്ള എല്ലാ വ്യക്തികളെയും എനിക്കറിയാം, പക്ഷെ നിന്നെ എനിക്ക് ഒരു രീതിയിലും പരിചയമില്ല. അപ്പം നിനക്ക് എങ്ങനെയാണ് വിഷ്ണുവേട്ടൻ അറിയാവുന്നത്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പം അത് ശാലിനി നാട് വിട്ട് പോയ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അതോ അങ്ങനെയാണോ? അപ്പം നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാ? നിൻ്റെ വീട് എവിടെയാണ്? നിൻ്റെ ഊരെവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിന് എനിക്ക് വീടും വീട്ടുകാരും ആരും ഒന്നുമില്ല, ഞാൻ ആശ്രമത്തിനകത്താണ് വളർന്നത്. ആശ്രമോ? ആ ആശ്രമത്തിൻ്റെ പേരില്ലേ? ഏത് സ്ഥലം? എവിടെ? ഏത് ആശ്രമം? എത്ര കാലം കൊണ്ട് നീ അവിടെ ജീവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം ഈ കഥ ഇതെന്തോ ഒരുമാതിരി പോലീസിനോട് ചോദ്യം ചെയ്യുന്ന പോലെ. പോലീസിനോട് ചോദ്യം ചെയ്യുന്ന രീതി ഇതൊന്നും അല്ല കാർത്തികേ. ഞാൻ ഇത്രയും നേരം നിന്നോട് സംസാരിച്ചതൊക്കെ ഒരു ജില്ലാ കളക്ടറിൻ്റെ സ്ഥാനമൊക്കെ ഇറക്കി വിട്ട് മനസ്സിൽ നിന്ന് വെറും ഒരു സാധാരണ പെണ്ണായി നിന്നെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ നിന്നെയും കൂടെ സഹായിച്ച് എൻ്റെയും നിൻ്റെ ജീവിതം ഒരുപോലെ നശിക്കാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ നല്ലപോലെ പരിഹരിച്ച് തരാം. അതിനെനിക്ക് അത്ര നേരം പോലും വേണ്ട എന്നൊക്കെ ഞാൻ നിനക്ക് വാക്കുന്നു. നീ ആരെങ്കിലും പേടിക്കുന്നെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിൻ്റെ കൂടെ നിന്നാന്ന് ഞാൻ എല്ലാ വാക്കും തന്നിട്ട് നിനക്ക് സത്യങ്ങളൊന്നും പറയാൻ മനസ്സില്ല. നിന്നെപ്പോലെ കറ തീർത്ത ക്രിമിനലിൻ്റെ അടുത്തൊക്കെ ചോദ്യങ്ങൾ ചെയ്യുന്നത് ഈ രീതിയിലൊന്നുമല്ല. അത് ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇനി നിന്നോട് സംസാരിക്കുന്നതേ ഈ നാട്ടിലെ ജില്ലാ കളക്ടറായ ഷാനിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള മാത്രമായിട്ട് ഷാനിയ നിന്നോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല കാർത്തികേ. നിന്നെ പോലത്തെ ബോൺ ക്രിമിനൽസിൻ്റെ കയ്യിൽ നിന്ന് സത്യങ്ങൾ അറിയിക്കാൻ കേരള പോലീസ് നല്ല ഇടി അറിയാവുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൈ കൊണ്ടിട്ട് കൊടുത്താൽ ലാസ്റ്റ് വഞ്ചന കുറ്റം, ചതി, വഞ്ചന, ആൾമാറാട്ടം അങ്ങനെയുള്ള സർവ്വത്ര കേസുകൾ നിൻ്റെ മേളിൽ ചാഞ്ഞ് നിൽക്കുമ്പം പിന്നെ നീ അവിടെ കിടന്ന് പുഴുത്ത് നാറിയിട്ട് എൻ്റെ കാലി കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാലും നിന്നോട് ഒരു അലിവോ ദയോ പോലും എനിക്ക് വരുമോ നീ പ്രതീക്ഷിക്കേണ്ട. എന്നിട്ട് ഷാലിനി ഉടൻ തന്നെ എന്താണ് ഈ ഫോൺ എടുത്ത് നേരെ എന്താണ് പോലീസിനെ ഇപ്പം ഇവിടെ വരുത്താൻ വേണ്ടി അങ്ങ് നിൽക്കുമ്പോഴത്തേക്കും ഈ ഇവൾ പേടിച്ചിരുന്നറിയോ, ഷാലിനി ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ഷാലിനോട് എല്ലാം പറയാനായി കാർത്തിക തയ്യാറാകുമ്പോഴത്തേക്കും ഷാലിനിയുടെ ബാക്കിൽ നിന്ന് വന്ന് ഈ ഒരു ആ ഫോൺ അങ്ങ് എന്താണ് ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ തട്ടിപ്പറിക്കുമോ. അതാരാന്നറിയോ? ഇതിൻ്റെ സർവത്ര കൊനഷ്ടങ്ങളും ഒപ്പിക്കാനായി കാരണമായി നിൽക്കുന്ന ഒരു സത്യം ചെയ്യിപ്പിച്ച സത്യഭാമയാണ് ഈ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സത്യഭാമ എന്താണ് ആ ഫോൺ പിടിച്ചു വെച്ചിട്ട് നേരിട്ടങ്ങ് സെൻട്രൽ ജയിലിലേക്കാണോടി വിളിക്കുന്നത്. അതായത് FIR-ഉം പോലീസും കേസും ഒന്നും വരുന്നതിന് മുന്നേ തന്നെ നേരിട്ട് സെൻട്രൽ ജയിലിലേക്ക് അയക്കാനുള്ള പവറൊക്കെ കളക്ടർ മാഡത്തിന് ഉണ്ടോ എന്നെനിക്കൊന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ പറയുമ്പോഴത്തേക്കും സത്യഭാമ എന്ന് പറഞ്ഞിട്ട് ഷാലിനി നിൽക്കുമ്പോഴത്തേക്കും സത്യഭാമ എന്താണ് ഷാലിന് മുന്നിൽ ഭയങ്കര സ്റ്റാറാവും നോക്കും. അതായത് ഷാലിനിക്ക് നിയമം അങ്ങോട്ടേക്ക് പഠിപ്പിച്ച് കൊടുക്കാനായിട്ടാണ് സത്യഭാമയുടെ ശ്രമം. ഷാലിനി അന്നേരം ഒന്നും മിണ്ടുന്നില്ല. കാരണം ഷാലിനിക്ക് തിരിച്ച് ഈ എഡി പൊടി എന്ന് വിളിക്കുന്ന സത്യഭാമയോട് തന്നെ നിങ്ങൾ എഡി പൊടി നൽകാൻ ഞാൻ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ മരുമോളൊന്നും അല്ലയെന്ന് പറഞ്ഞാൽ തന്നെ ഷാലിനിയുടെ മുന്നിൽ സത്യഭാമ വിറച്ച് നിൽക്കേണ്ടി വരും. ഒരു ജില്ലാ കളക്ടറുടെ മുന്നിൽ എങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സത്യഭാമയെ ഒതുക്കാനുള്ള സമയമൊക്കെ ഷാലിനിക്ക് കഴിഞ്ഞെന്ന് തന്നെ പറയാം. അപ്പം ഷാലിനിയുടെ മുന്നിൽ എന്താണ് സത്യഭാമ പറയുമോ, ജില്ലാ കളക്ടർ കളി അത് നടു റോഡിൽ വെച്ചിട്ട് അവൾക്ക് പെരുവഴി നിന്നല്ലേ ജില്ലാ കളക്ടർ കളിക്കാൻ. നീ എന്തുവാടി കരുതിയിരിക്കുന്നത്? നിനക്ക് മേളിലുള്ള പല ഏമാമാരെയും സത്യഭാമയ്ക്ക് നല്ലപോലെ അറിയാവുന്ന പിന്നെ ഒരു FIR-ഓ കേസുകളോ കാര്യമില്ലാതെ മനഃപൂർവ്വം നീ കെട്ടിച്ചമച്ച ഒരു കേസ് ഉണ്ടാക്കാൻ നിൽക്കാന്നേ. നിനക്കെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചാലേ ലാസ്റ്റ് കൊതുവിനെ അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും കളക്ടർ അമ്മച്ചി. അതുകൊണ്ട് കളക്ടർ കളിയൊക്കെ ഈ അവസാനിപ്പിച്ചിട്ട് പോകാൻ നോക്കും ഷാലിനി. നിൻ്റെ ഒരു കളക്ടർ കളി എന്ന് പറഞ്ഞിട്ട് നേരെ ശ്യാമയുടെ മുന്നിൽ വന്ന് നിൽക്കും. അപ്പോൾ ശ്യാമയുടെ മുന്നിൽ നിന്നിട്ട് ശ്യാമ അടിമുടിയൊന്ന് ദേഷ്യത്തിൽ നോക്കുമ്പോൾ ശ്യാമ പേടിച്ച് നിൽക്കുമോ. കാരണം സത്യഭാമ ഇനി ഒരു അടി തരുമോ എന്ന അവസ്ഥയിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും എന്താണ് ശ്യാമയുടെ മുന്നിൽ പറയുന്നുണ്ട്, ഇവക്ക് എല്ലാ ഒത്താശയും ചെയ്ത് കൊടുക്കുന്നത് നീ ആയിരിക്കും അല്ലേ ശ്യാമേ. നിനക്ക് ഇതിനാണോടി നീ ഇവളെ കൊണ്ട് ഇവിടെ അമ്പലത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്? നീ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് സ്നേഹപ്രകടനം നടത്തി ഈ കാർത്തികയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഇതിൽ പന്തികേടുണ്ടല്ലോ. പിന്നെ ഷാലിയുടെ അനിയത്തിയല്ലേ, ഇതും ഇതിൻ്റെ അപ്പുറം ചെയ്തില്ലെങ്കിലേ ഉള്ളൂ കാര്യമുള്ളത്. പിന്നെ കുഞ്ഞേച്ചിയെ സഹായിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് അനിയത്തി അങ്ങ് ഇറങ്ങിയിരിക്കുക. നീ എൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടല്ല ഇപ്പം ഷാലിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇവളെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം ഞാൻ നിന്നോട് ക്ഷമിക്കുന്ന ക്ഷമ. പക്ഷേ ഈ ക്ഷമ ഔദാര്യമൊന്നും എന്നും കാണും നീ പ്രതീക്ഷിക്കണ്ട. ഇനി ഇങ്ങനെ ഒരു വെട്ടം കൂടെ നീ ആവർത്തിച്ചെന്ന് ഞാൻ കണ്ട ഉച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന അതേ ലാഘവത്തെ ഇനി രാവല്ല പകലല്ല ഇനി അർദ്ധരാത്രിയായാലും നിന്നെ ഇതുപോലൊരു പെരുവഴിയിൽ സത്യഭാമ അങ്ങ് കളഞ്ഞിട്ട് പോവും, ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്ന ലാഘവത്തിനകത്ത്. അതുകൊണ്ട് ശ്യാമ ഇനി എന്താണ് ഇതുപോലെ കുഞ്ഞേച്ചിയെ സഹായിക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും അടവും കൊണ്ട് ഇറങ്ങുവാന്നേ ശ്യാമ ഇത് മനസ്സിൽ വെച്ചോണ്ട് പിന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് പിന്നെ ഒരു തിരിച്ച് കയറ്റക്കം കാണത്തില്ല. അതോടെ സത്യഭാമ അടച്ച് പടി അടയ്ക്കും. നേരെ എന്താണ് കാർത്തികേനെയും കൈ പിടിച്ചിട്ട് മോള് വാ എന്ന് പറഞ്ഞിട്ട് മോളെയും പിടിച്ചോണ്ട് ശ്യാമേ നീ വരുന്നുണ്ടോ എന്ന് ശ്യാമേനെയും കൂടെ എന്താണ് വിളിച്ച് നേരെ കാറ് കയറ്റുമ്പം ശ്യാമയുടെ
പേടിച്ച് നിൽക്കുന്ന ആ നിപ്പും എല്ലാം കണ്ടിട്ട് ശ്യാം അങ്ങ് മാറിപ്പോയി എന്നാണ് കാറിൻ്റെ അവിടെ വരെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണെന്ന് പറയുക, സത്യഭാമയുടെ കയ്യിൽ അങ്ങോട്ടേക്ക് പിടിച്ച് ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യം. ഇവള് മഹാകള്ളിയാണ്. കാർത്തികയും വിഷ്ണുവേട്ടൻ തമ്മിൽ വിവാഹം പോലും കഴിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വിവാഹം പോലും കഴിച്ചിട്ടാന്ന് ശാലിനി ആ സത്യം എന്താണ് സത്യഭാമയുടെ മുന്നിൽ പറയാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ സത്യഭാമ എന്താണ് അങ്ങനെ പറയുന്നുണ്ട്, ആർക്കാടി ലാഭം ഒരിക്കുന്നത്? അവർ ഇനി വിവാഹം കഴിച്ചിട്ടില്ല എന്ന ഒരു കള്ളത്തരം ചമയ്ക്കുന്നതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും വിഷ്ണുവിനും കാർത്തിക് എന്ത് ലാഭം കിട്ടാനാണ്? ഇല്ല, അവർക്കാർക്കും ഒരു ലാഭം കിട്ടാനില്ല. നീ ഇരുന്നിങ്ങനെ പകൽക്കിനാവ് കാണാൻ നിർത്തണം. അല്ല സത്യാമ്മ, ഞാൻ പറയുന്നത് കേൾക്കണം. ഇവർ രണ്ടുപേരും തന്നെ വിവാഹം കഴിച്ചെന്ന് പറയുന്ന കാര്യം തന്നെ വളരെ വലിയൊരു കള്ളമാണ്. കാരണം എൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ട്. നിൻ്റെ ഈ തെളിവ് കാണാതിരിക്കുക ശാലിനി. കാരണം നീ ഒരു ജില്ലാ കളക്ടറല്ലേ. നീ ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കും, ഉള്ള തെളിവ് ഇല്ലാതാക്കും. അതിനൊക്കെയുള്ള എല്ലാ സാമർത്ഥ്യവും നിൻ്റെ കയ്യിലുള്ളതല്ലേ. അതുകൊണ്ട് നീ ആ തെളിവുണ്ടാക്കുന്ന മിടുക്കൊന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കെട്ടിച്ചമച്ച കളവൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഇതിനൊരു തെളിവുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശാലിനിയുടെ എന്താണ് സത്യാമ്മ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അവിടെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും സത്യാമ്മ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചെന്ന് ഇവർ കള്ളത്തരം പറയുന്നുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. വിഷ്ണുവിന് ഒരു ലാഭമില്ല, കാർത്തിക്ക് ഒരു ലാഭമില്ല. പക്ഷേ മറിച്ച് ഇവർ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതുകൊണ്ട് നിനക്ക് മാത്രമല്ലേ ശാലിനി ലാഭമുള്ളൂ. കാരണം നിനക്ക് വീണ്ടും വിഷ്ണുവിൻ്റെ ഭാര്യയെ വീണ്ടും പഴയതുപോലെ എൻ്റെ വീട്ടിൽ കയറി പൊറുക്കാം. അതിനുള്ള ഒരു അടവല്ലേ നീ കാണിക്കുന്നത്. അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്ക് അതുകൊണ്ട് എന്ത് ലാഭമുള്ളത്? നിനക്ക് മാത്രം ഇതിനകത്ത് ലാഭമുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒരു ക്ലാഷ് ചെയ്യുന്ന കാര്യം കാണിച്ച് ലാസ്റ്റ് സത്യഭാമ എന്താണ് ശാലിനിയുടെ മുന്നിൽ വെച്ച് ശ്യാമയും വലിച്ചയച്ചുകൊണ്ട് തിരിച്ച് കാറി കയറ്റിക്കൊണ്ട് പോകുന്ന കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന ഒരു എപ്പിസോഡ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ശാഖയുടെ നെക്സ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരുമോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.